ആമിക്ക് ചെറിയൊരു പനി ഉണ്ടല്ലോ. ചെറിയൊരു പനി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ പാരാസെറ്റമോൾ കൊടുക്കട്ടെ? ഇപ്പൊ കൊടുക്കണ്ട. ചെറിയ ഒരു പനി വരുമ്പോഴേക്കും നമ്മളും വീട്ടുകാരും ഭൂരിഭാഗം ഡോക്ടർമാരും പാരസെറ്റമോളോ മറ്റോ കൊടുത്ത് പനി പെട്ടെന്ന് കുറക്കാറുണ്ട്. ഇങ്ങനെ ചെറിയൊരു പനി വരുമ്പോഴേക്കും പാരസെറ്റമോൾ കൊടുത്ത് പനി കുറക്കേണ്ടതുണ്ട്. ദിവസം 3 നേരം വെച്ച് 5 ദിവസം ഇങ്ങനെ കഴിക്കേണ്ടതാണോ പാരസെറ്റമോൾ? എന്തുകൊണ്ടാണ് നമ്മുടെ കോർ ബോഡി ടെമ്പറേച്ചർ കൂടി നമുക്ക് പനി വരുന്നത്? ഉയർന്ന ടെമ്പറേച്ചറിൽ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാണ്. ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന അണുക്കളുടെ വളർച്ച തടയും. മൈലോ പെറോക്സിഡേസിന്റെയും ഓക്സിജൻ ഫ്രീ റാഡിക്കൽസിന്റെയും പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. നമ്മുടെ ബോഡി ഇൻഫെക്ഷൻസിനെതിരെ കൂടുതൽ നന്നായി ഫൈറ്റ് ചെയ്യും. ഈ ആന്റിബയോട്ടിക്കുകളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഈ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ നമ്മുടെ കോർ ബോഡി ടെമ്പറേച്ചർ കൂട്ടി പനി ഉണ്ടാക്കാറുണ്ടായിരുന്നു അത്രേ. ഇപ്പോ ഈ ആന്റിബയോട്ടിക്കുകളും ഈ മെഡിക്കൽ മേഖല ഇത്രയും വികസിച്ച ഇക്കാലത്ത് നോർമലി ഹെൽത്തി ആയിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാർക്കും ഒരു 100 ഡിഗ്രി പനിയൊക്കെ താങ്ങാൻ പറ്റുമെന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ അസുഖത്തിന്റെ കാലാവധി കുറക്കുകയും ചെയ്യും. അപ്പോ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഭയങ്കര ഹൈ ഗ്രേഡ് ഫീവറും തലവേദനയും ബോഡി പെയിനും സഹിച്ചു നിൽക്കണമെന്നല്ല, മറിച്ച് നിങ്ങൾക്ക് വലിയ അസുഖങ്ങളോ പനി പിടിച്ച് ചെയ്യാൻ പറ്റാത്ത വലിയ ജോലികളോ ഇല്ലാത്തവരാണെങ്കിൽ, നിങ്ങൾക്ക് ചെറിയ ഇൻഫെക്ഷൻസ് കൊണ്ടുള്ള സാധാരണ പനിയാണെങ്കിൽ ഒരു 100 ഡിഗ്രി വരെയൊക്കെ സഹിക്കുന്നതാണ് നല്ലത് എന്നും ഞാനടക്കം ഭൂരിഭാഗം ഡോക്ടർമാരും എഴുതി തരുന്ന പാരസെറ്റമോൾ പനിയില്ലാത്തപ്പോഴും 3 നേരം 5 ദിവസം എന്നിങ്ങനെ കഴിക്കേണ്ടതില്ല എന്നും തന്നെയാണ്. അപ്പോ ചെറിയ പനി ഒരു അസുഖമല്ല, മറിച്ച് പുതച്ചു മൂടി സുഖിക്കാനുള്ള ഒരു സുഖം കൂടിയാണ്.